അല്ലാക്ക നോക്ക് വളച്ച റബ്ബേത്. ഇത്ര കാലായി നിങ്ങളോട് പറയണതൊന്നും മാറ്റി മേടിക്കാനേ പഴഞ്ചനായി അത്. അങ്ങനെ പഴയതൊക്കെ മാറ്റണമെങ്കിൽ ആദ്യം മാറ്റേണ്ട അന്നെയാണ് ഞാൻ. ഇതിപ്പോ ഒന്ന് സ്റ്റുഡിയോയിൽ പോയിട്ട് ഫോട്ടോ എടുക്കോ? അല്ല എടുക്കാണ്ട് പറ്റൂല, ഒന്നിപ്പോ അങ്ങനത്തെ ഒരു ദിവസല്ലേ. അങ്ങനത്തെ ഒരു ദിവസല്ലേ ഈ ദിവസം തന്നെ വെറുതെ വഴക്കൂടാൻ വേണ്ടിട്ട്. ഒരു ഓട്ടോറിക്ഷ കിട്ടുമോ നോക്കാം, എന്നപ്പോ അതാ നല്ലത്. ഒന്നും കൂടി നോക്കട്ടെ, ഒന്നും കൂടി ഇതില് സ്റ്റാർട്ടായില്ലെങ്കിൽ നമുക്ക് പോവാം. ഈ കള്ള പന്നീനെ ഞാൻ ഒന്നും പറയണ്ട എന്റെ പന്നിയെ. അല്ല ഉന്നേ, ഈ പന്നി കാരണം കാലേ മുട്ടുകാല് തെറ്റിന്റെ. ഈ ചടാലെ സ്കൂട്ടി മാറ്റി ഒരു കാറെല്ലാം മേടിച്ചൂടെ? കാറ് ഇതന്നെ എങ്ങനെ കൊണ്ടുനടക്കണം നിക്കാറുള്ളൂ എന്റെ ഉണ്ണേ. ആന്ന് പറഞ്ഞാ കേക്കില്ല, അത് പഴയതായിന്ന് പറഞ്ഞിട്ട് ആരാ കേക്കണത്? എവിടെ പോണ്ടേ? വിവാഹ വാർഷികാണേ, 25ാമത് സിൽവർ ജൂബിലി. അതെയാ, 25ാമത് വിവാഹ വാർഷികം. നിങ്ങക്ക് നല്ല മാറ്റം ഉണ്ട്. 20 വർഷത്തെ നരച്ച താടിയും വിളിച്ച വീട്ടിലായിട്ട്. പക്ഷെ ഞാൻ അന്ന് കല്യാണത്തിൽ വന്ന ആളല്ലേ, അന്ന് കണ്ട അതേപോലെയാണ് ഇന്നും. ഒരു മാറ്റമില്ല. അല്ല ഞാൻ പറഞ്ഞു മാറ്റമില്ല. വേണ്ട മാറ്റം വേണ്ട, ഇച്ചാരാ മാറ്റം ഉണ്ടാക്കാൻ. എവിടെ പോകുന്ന ഞങ്ങളിപ്പോ ഒരു ഫോട്ടോ എടുക്കാന്ന് വിചാരിച്ചിട്ട് പോവാ സ്റ്റുഡിയോയിലേക്കേ. ഇത്തിരി ഇങ്ങോട്ട് നീങ്ങിക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി സ്റ്റുഡിയോയിൽ നീങ്ങുന്ന ആളാണ്. ഒന്നുമില്ല ഒന്നുമില്ല. എന്താ ചിരിക്കുന്നത്? ഫോട്ടോ എടുക്കാൻ വേണ്ടി സ്റ്റുഡിയോയിൽ പോയി ഇത്ര ബുദ്ധിമുട്ടിയിട്ട്. പിന്നെ എന്താ മാർക്കറ്റിലേക്ക് പോവേ ഫോട്ടോ എടുക്കാന്? നിങ്ങളെന്തീ പറഞ്ഞ ആരെങ്കിലും ഫോട്ടോ എടുക്കാൻ സ്റ്റുഡിയോയിൽ ഇപ്പൊ പോവോ? എന്താ ഈ കായി പറഞ്ഞത്? പിന്നെ സ്റ്റുഡിയോയിലേക്ക് അല്ലാണ്ട് എവിടെക്കാണോ ഫോട്ടോ എടുക്കാൻ പോവില്ലേ? നിങ്ങൾ ജെമിനിയോടൊന്ന് പറഞ്ഞു നോക്കിയേ. ഏത് ജെമിനി? ജെമിനി ജെമിനിയോ? അതാരായി? വീട്ടിൽ വന്ന് ഫോട്ടോ എടുക്കുന്ന ആളാ? അതൊന്നും ജെമിനി അറിയില്ല. അല്ലേ ചോദിക്കണേ. ടെക്നോളജി ജെമിനി ഉണ്ട്. നിങ്ങളൊരു ഫോട്ടോ എടുത്ത് ജെമിനിയോട് അങ്ങോട്ട് പറഞ്ഞാ നിങ്ങൾക്ക് ഏതാണ് ബാക്ക്ഗ്രൗണ്ട് വേണ്ടത്? പാരീസ് തരട്ടെ? പാരീസിൽ പോയിട്ട് തരട്ടെ? അതെ പോണ്ട, വെറുതെ നിന്ന് കൊടുത്താ മതി. അവിടെ നമുക്കൊരു ലണ്ടൻ ആക്കിയാലോ? ലണ്ടൻ, അമേരിക്ക. ഒന്നും വേണ്ട, മഞ്ഞുമലയില് മറ്റേ കാശ്മീരിൽ പോയിട്ട് മഞ്ഞുമലയിലെ ഒരു താത്താന്ന് പറഞ്ഞ ക്യാപ്ഷൻ, വാട്സപ്പ് സ്റ്റാറ്റസ്. മഞ്ഞുമലയിൽ എന്തിനാ താഴ്ത്തുന്നത്? അത് മഞ്ഞുമലയായിട്ട് അവിടെ കിടക്കുന്നല്ലേ. നമുക്ക് താത്താക്കൊന്ന് സ്റ്റൈല് വേറെ എടുത്തു കൊടുക്കാം. ഈ താത്താക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാൻ. നിങ്ങൾ സ്റ്റുഡിയോയിലൊന്നും പോണ്ട. അത് ശരി. അപ്പൊ ഇത് എവിടുന്നത് സംവിധാനം? നമുക്ക് ഇതെല്ലാം അറിയാലോ, ടെക്നോളജി ഞാൻ എടുത്തിരാം. അത് ശരി. ഞാൻ ഇപ്പൊ എടുത്തിട്ട് എങ്ങനെയും പോണ്ട. ഈ പറഞ്ഞ ജമിനിയിൽ കിടന്ന് ഉരുണ്ട മാരിയുണ്ട്. എന്റെ മേത്തൊക്കെ ഫോട്ടോ ആണല്ലോ ജമിനിയുടെ. എന്റെ പോയക്കാ, ഞാനൊരു ഫോട്ടോ എടുത്തിട്ട് അത് ഞാൻ ജമിനിയിൽ പറഞ്ഞിട്ട് ഇപ്പൊ റെഡിയാക്കി ഇപ്പൊ സെക്കൻഡ് തൊട്ട് നിങ്ങൾ ഫോട്ടോ അയച്ചു തരും. ഒന്ന് പറയടോ, ഒന്ന് പറയ്. ആദ്യം ഫോട്ടോ എടുക്കണ്ടേ? ഫോട്ടോ എടുക്കണോ? പിന്നെ ഫോട്ടോ എടുക്കണ്ടേ? ഫോട്ടോ എടുക്കണം. അപ്പൊ അതെങ്ങനെ ഇവിടെ വന്നാതിയോ? വിവാഹ വാർഷിക അല്ലെങ്കിൽ താത്തേന്റെ മാത്രം എടുക്കായിരുന്നു. അടിപൊളി ആക്കി കൊടുക്കായിരുന്നു. കിട്ടിയോ? ചിരിച്ചോ? നല്ല ചിരിക്കോ? ചിരിക്കുക, അത് എനിക്കറിയില്ല. നമ്മളെ ചിരിക്കണം. ചിരിച്ചോ? കിട്ടിയോ? ഹായ് ജെമിനി, നല്ല അടിപൊളി മോഡേൺ ഡ്രസ്സില് ലണ്ടനിലായിക്കോട്ടെ. ഇപ്പൊ തന്നെ തരാ പറഞ്ഞോ? ഇപ്പൊ തരൂ? എന്നെ കൂടെ പറയിപ്പിക്കണ്ട വെറുതെ. ആലോചിച്ച് നോക്കാം. സ്റ്റുഡിയോയിലും കൂടി ഇപ്പൊ ഈ പരിപാടി നടക്കോ? അതന്നെ പറഞ്ഞ ആരെങ്കിലും സ്റ്റുഡിയോ പോവോ? അതന്നെ. എന്താ ഇരിക്കണം? കിട്ടി നീ പഠിച്ചോനെ, എന്ത് രസം കാണാൻ. ഞാൻ അതുപോലത്തെ ഉടുപ്പൊന്നും ഇട്ടിട്ടില്ലേ? എന്താ ഒരു ഭംഗിയില്ലേ, നല്ല രസായിണ്ട്. ഇഷ്ടായോ? ഇഷ്ടായിട്ട് നോക്കി. ഞാൻ തലയില് തട്ടിട്ടില്ല. അതുണ്ടോ ജി? അവർത്ത് മറക്കാണ്ടാണ് നിൽക്കണേ. ഇതൊക്കെ ഒരു മനുഷ്യനെ കാണിക്കാൻ പറ്റിയ ഫോട്ടോ അത് ഇല്ല. കാര്യം എന്റെ ഇത് ശരിയാവില്ല. ഒന്നാമത്തെ ഞാൻ പാന്റ് ഷർട്ടിന്റെ ജീവിതത്തിൽ ഞാൻ പാന്റ് ഇട്ടിട്ടില്ല. ഒന്നും നടക്കൂല. അതല്ല, അങ്ങനത്തെ അല്ല വേണ്ട. ഞങ്ങള് സാധാരണ ഇടുന്നത് അത് നടക്കൂല. എന്റെ ജീവിതത്തിൽ ഞാൻ പാന്റ് ഷർട്ട് ഇട്ടിട്ടില്ല. അത് ഇതേമാതിരിക്ക് ഞങ്ങൾ ഇടുന്ന വേഷത്തില് ഇജ്ജ് പറഞ്ഞ സ്ഥലത്ത് പാരീസിലാ. വിട്ടു നമ്മളെ സ്വന്തമാണല്ലേ. എങ്ങനത്തെ അപ്പൊ ഇതേമാരത്തെ കേട്ടോ. എന്നിട്ട് പാരീസിലേക്ക് നാല് ആൾക്കാര് കാണാൻ പറ്റിയത്. ഞാൻ പറയുമ്പോ വേറെ ആള് പറയുന്ന നോക്ക് ഇഷ്ടല്ല. ജെമിനിയോട് ജെമിനി നമ്മളെ. അതെ. ഹായ് ജെമിനി, നാച്ചുറൽ ഡ്രസ് മതി. പാരീസിന്റെ ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ.
ഇങ്ങനെ ആയിരിക്കണം കൂട്ടുകാർ. ഒരു കാര്യം പറഞ്ഞ അപ്പം ഇങ്ങട് ചെയ്തു കൊടുക്കുകയാണ്. അതെ അതെ അതെ. നമ്മളൊക്കെ ഒരു കൂട്ടുകാരുടെ അടുത്തൊരു കാര്യം പറഞ്ഞ നടക്കോ? ആണ് കൂട്ടുകാരൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരണം കേട്ടോ ആളെ. ഓ, വൗ, എന്റെ അമ്മ. എന്ത് ഓ, മാതിരി അല്ല നാച്ചുറൽ, ഒന്നും പറയാനില്ല. നോട്ടെ നോട്ടെ എനിക്ക് അല്ല അത് ഇതിപ്പോ ഇതിപ്പോ എങ്ങനെ എനിക്ക് കിട്ടി? ഇത് ജമിനിയോട് പറഞ്ഞ എങ്ങനെ വേണം കിട്ടൂലേക്ക? എന്താണ് ഈ പറയുന്നത്? ഇത് വേണ്ട ഉണ്ണിയത്. ഇത് വേണ്ട. എന്താ ഇത് എങ്ങനെയത്? ഇതെന്താ എന്തേ കുറവ്? നോക്ക് എന്താ എന്താ നോക്ക്. കാണണ്ട എനിക്ക്? ഇത് കാണണ്ടോ? എന്താ ഈ കൈ ഇരിക്കണ്? ഈ കൈയിന്റെ മുകളത്തെ മറുക് ഇപ്പൊ എങ്ങനെ ഇത് എന്റെ കൈയിന്റെ മുകളത്തെ മറുക് അങ്ങനെ ഇപ്പൊ ഇവർക്ക് മനസ്സിലാവണ? ഇതെങ്ങനെയാ എന്റെ കൈയിന്റെ മുകളത്തെ മറുക് ഞാൻ മാത്രം കണ്ടിട്ടുള്ള മറുക് എങ്ങനെ ഇപ്പൊ ഇവർക്ക് മനസ്സിലാവണത്? ആരാ അതിന്റെ പിന്നില്? എങ്ങനെയത് പാടുണ്ടോ? അനക്കിപ്പോ എങ്ങനെ ഇപ്പൊ അനക്കിപ്പോ ആരാ തരണേ? ഇതിലുണ്ടോന്ന് കാണിച്ചേത്താ? ഉണ്ടായി നോക്കാലോ. അല്ല, പാടുണ്ടോന്ന് എവിടെ ഉണ്ട് നോക്കാലോ നമുക്ക്. പാടണ്ട അധികം കേട്ടോ. ആ പാടമുള്ളൊക്കെ അവിടെ കിടന്നോട്ടെ. അങ്ങനല്ല, ദാജാതി ആൾക്കാരൊക്കെ തന്നെയാണ് ഇതിപ്പോ ഇങ്ങനെയൊക്കെ പുറത്തേക്ക് ഇറക്കണേ. ഒരു പ്രാവശ്യം ഉണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെയാണ് അത് വരിക. ഇതിന് മുമ്പ് അത് അങ്ങനെ ഈ മറുക കാണിച്ച് ചെയ്യുന്നുണ്ടോ? അല്ലാണ്ട് പിന്നെ എന്തെന്നാ പിന്നെ പറയണേ? ഇത് വേണ്ട. എന്തേ ഇത് ഇതല്ല, അങ്ങനത്തെ അല്ല ഉദ്ദേശിച്ചത്. അല്ല 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 പ്രശ്നം. അത് ഈ ഒരു കാര്യം ജയ് ഇത് വേണ്ട. ആ ഫോട്ടോ ഇങ്ങോട്ട് സെൻഡ് ചെയ്യ്, എന്റെ ഫോണിലേക്ക് സെൻഡ് ചെയ്യ്. എന്റെ ഫോണിലേക്ക് ഒന്ന് ഇങ്ങോട്ട് അയക്ക്, അങ്ങോട്ട് അയക്ക്, എന്റെ ഫോണിലേക്ക് അയക്ക്. അപ്പൊ അതപ്പത് ഞാൻ ഇപ്പൊ എനിക്ക് കാണിച്ചു തരാം. അത് ഞാൻ പറഞ്ഞുതരാം. വന്നില്ല, അയക്കേ. വന്നു, ഞാൻ അയച്ചു നെറ്റിന്റെ. വന്ന് 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 ഓട്ടെ വന്ന്. തന്നെ തന്നെ ഞാൻ കളഞ്ഞേ. കളഞ്ഞേ അത് കളയി. അതിപ്പോ ഇന്നൊക്കെ അയച്ച ഫോട്ടോ ഇന്ന് കളയേ. ഉണ്ടായിക്കോട്ടെ. എന്തിനാ എടുത്തത് അങ്ങോട്ട് കളയണോ? ഞങ്ങായി അങ്ങോട്ട് കളയി. അത് ഇനി ശരിക്കും കളഞ്ഞു പൂർണ്ണമായിട്ട് കളഞ്ഞില്ലേ? പോതാ പൂർണ്ണമായിട്ട് ഇവിടുന്ന് ഈ പഠിക്കുന്ന ഇറങ്ങ്. നീ പലതും ഉണ്ടായത് എന്റെ ഇവിടുന്ന് ഇറങ്ങുന്നേ. ഇനി അന്നായിട്ടുള്ള വർത്താനല്ലേ ഇടപാടില്ല. അതെ ഇതാ ഇങ്ങോക്കെ എന്റെ ആ കൂട്ടുകാരുണ്ടല്ലോ ഈ മറ്റേ ജമാല് അല്ല മറ്റേ ജമിനി, ഓന്റെ അടുത്ത് പറഞ്ഞോ എന്റെ വേഷം കെട്ട് ഇളക്കണ്ടെന്ന് പറഞ്ഞോ. ഓനോട് ഈ ജാതി പരിപാടി നിന്നോട് എടുക്കരുത് പറയാ. മനസ്സിലായില്ലേ? ഓന്റെ നമ്പർ അയച്ചെന്നാളി ഞാൻ സംസാരിച്ചോണ്ട് എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട് വെച്ചാ. പിന്നെ ഇനി ഓനല്ല എന്റെ കളിയാണ് ഇത് വെച്ചാ ഇജ്ജബടക്കില്ലാട്ടോ. ഈ അകത്ത് കൂട്ടോ. എന്തൊക്കെ നിങ്ങൾ എന്തീ പറയുന്നത്? മനുഷ്യന്മാർ ചെയ്യുന്ന പരിപാടി അല്ല ഇത്. മനുഷ്യന്മാരല്ലാണ്ട് പിന്നെ ആരാത്? ഇത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചെയ്യുന്ന പരിപാടിയാ. അപ്പൊ ആണ്. ഞാൻ പറഞ്ഞില്ല അന്ന് ഇവിടെ ഈ ഇലക്ട്രിസിറ്റിയുടെ വന്നിട്ട് ഓന് ഇവിടെ 36,000 ഉറുപ്പ്യാണ് എന്നെ വാങ്ങിയ. ഓനാണ് ചെഞ്ഞ് പറഞ്ഞോ കാലിന്റെ കൊട്ടിയാൻ തല്ലു കൊടുത്തു. അല്ല മറ്റേ കളക്ടർ അല്ല, ആരാണ് ചെന്നു പറഞ്ഞോ? അവന്റെ കാലൊന്നും നിന്റെ അടുത്ത് നടക്കൂല. ലോകം മൊത്തം ചെയ്യുന്ന പരിപാടിയാണ്. ഇതിൽ കുഴപ്പമില്ല. ലോകം മൊത്തം ചെയ്യേ ഈ ജാതി പണിയോ? ഇറക്കി ഈ കുടുംബത്തിൽ കയറാൻ പറ്റിയ ആളല്ല ഈ ഇറക്കി. പൊക്കോ പൊക്കോ. നീ കൊടുന്ന് കെട്ടിത്തീരണ്ട. എന്താണോ എന്ത് വിവാഹ വാർഷിക ആശംസകൾ നിങ്ങൾക്ക് മാത്രം. എന്റെ ഒരു ആശംസ നേരം വന്നേക്കണ്. അല്ല പരസ്യത്തിന് വീണ കുപ്പായമായിട്ട് വന്നേക്കാണ് ഓൻ. അതെ ഓനുള്ളോണ്ടാണ് ഞാൻ എന്നോടൊന്നും പറയാൻ. ഞാൻ അടക്കി പിടിച്ചിരിക്കരുത്. എൻ്റെ ഈ കയ്യമ്മത്തെ മറുക്, എൻ്റെ ഈ കയ്യമുള്ള മറുക് എങ്ങനെയാണ് ഇലക്ട്രിസിറ്റി ഓഫീസിൽ ഇരിക്കണ എന്ന് പറഞ്ഞ ജയമനി അറിഞ്ഞത്? അത് പറയണോ? എന്താണ് ഞാൻ പറഞ്ഞ എനിക്ക് മനസ്സിലായില്ലേ? ഇഞ്ഞിന്റെ ശബ്ദം പൊങ്ങിയ നാട്ടുകാർ കേൾക്കുച്ചിട്ടാണ് ഞാൻ അടക്കി പിടിച്ച് പറയണേ. ഇതിന്റെ സത്യാവസ്ഥ ഫോട്ടോ ഞാത്തുണ്ട്. ഇത് ഇവിടെ തീരൂല സൂറ. ഫോട്ടോ എൻ്റെ ഇരിക്കുന്നുണ്ട്.
ഇത് എനിക്ക് സത്യാവസ്ഥ അറിയണം. 10-25 വർഷമായി എന്റെ കല്യാണം കഴിച്ചിട്ട് ഇതേവരെ ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കി സംസാരിച്ചിട്ടും കൂടി ഇല്ലാതുള്ള ധൈര്യത്തിൽ കല്യാണം കഴിച്ചാണ് എന്നെ. ആ എന്റെ കയ്യുമുത്തമാർക്ക് എവിടെയാ കിടക്കണ ഇലക്ട്രിസിറ്റിയിലത്തെ ഏയ്ക്ക് കണ്ടാ കാണാൻ പറ്റി പറഞ്ഞാല് പിന്നെ എന്തിനാ ഞാൻ ഇവിടെ ജീവിച്ചിരിക്കണേ? ലോകം മുഴുവൻ അറിഞ്ഞില്ലേ? ഒക്കെ അറിഞ്ഞില്ലേ? എന്തിനാ ഞാൻ ജീവിച്ചിരിക്കണേ? ഇതിന് ഈ കൃത്യമായിട്ടുള്ള മറുപടി തന്നിട്ടില്ലേ സൂറ? കെടുത്തുകൊടുക്കൂല ഞാൻ. അയ്യ മനസ്സിലാക്കി ഇക്കിത് അറിയണം. ഇതിന്റെ സത്യാവസ്ഥക്കാരെ അറി നിങ്ങളുടെ ഈ പയഞ്ച ബുദ്ധിനോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പയഞ്ച ബുദ്ധിയോ? ആ പയഞ്ച ബുദ്ധിയാണ്. 25 വർഷമായിട്ട് ഇനി നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഇനി നിങ്ങൾ മനസ്സിലാക്കണ്ട. അതന്നെ. ആ ഞാൻ എന്തിനാ മനസ്സിലാക്കണേ? അവിടെ ഇവിടെ കിടക്കണേ ഏയ്ക്കാന്നെ മനസ്സിലായില്ലേ? അവധി എന്തിനാ ഞാൻ മനസ്സിലാക്കണേ? ഞാൻ മനസ്സിലാക്കണ്ടല്ലോ. ലോകത്തുള്ള എല്ലാ ജമിനിമാർക്കും എന്നെ മനസ്സിലായി. അല്ലാണ്ടെന്ന് ഞാൻ പറഞ്ഞേ കണ്ണേ കരലെ ഒന്നേതേനെ വെച്ചിട്ട് വളർത്തിട്ട് 25 വർഷമാണ് എന്റെ പോയത്. അല്ലാ ആരോട് പറയാൻ ഈ ദുനിയാവിൽ ആരോട് പറയാന്? ഏയാണ് ഇത്ര ഏയ് സർക്കിളും കളക്ടറൊക്കെ വരുമ്പോ അങ്ങോട്ട് പോകൂല. കള്ള പന്നി ഇക്കില്ലേ മറുക ഇല്ലേ? ഇന്റെ ദേഹത്ത് മറുകുണ്ട്. ഇന്നവരെ ഇജ്ജല്ലാണ്ട് ഏതെങ്കിലും ഒരു ഏയോ സർക്കിളോ ഇൻസ്പെക്ടറോ ജമീനോ എന്റെ മറുക ഉണ്ടോ? അതാണ് മാന്യത. ആ മാന്യത സൂക്ഷിക്കാൻ പറ്റണം പെണ്ണുങ്ങളായാല്. യമനിയാണ് ഇത്ര യമനി. കുറുപ്പട്ട ഒരു നിമിഷേ. പറഞ്ഞോ. ആ ശരി. നാളെ തന്നെ വിട്ടേക്കാം, നാളെ തന്നെ അയച്ചേക്കാം. ഓക്കെ. ഓ ആയിക്കോട്ടെ. ഇത് ഇതുവരെ അടിക്കില്ലേ? അല്ല അടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എന്തടുക്ക് ഉടുപ്പുണ്ട് ഇയാൾക്ക്. എന്താ ഇത് നോക്ക് സാറേ, ഇത് ഇയാളുടെ ഈ കണ്ണട വെച്ച ഫോട്ടോ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും അച്ചാർ തിന്നെ. അച്ചാറിന്റെ ഒക്കെ പരസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുടുംബം ഒരുമിച്ചിരുന്ന കഞ്ഞി കുടിച്ചിങ്ങനെ അച്ചാർ തൊട്ട് നക്കണ ഫോട്ടോ, അല്ലെങ്കിൽ ഒരാൾ 2 പെഗ് അടിച്ചിട്ട് ഇങ്ങനെ തൊട്ട് നക്കണ ഫോട്ടോ. അപ്പോഴല്ലേ ഇത് ചെലവാവുള്ളൂ. ആണോ? ഇത് തന്റെ കുടുംബത്തിൽ നിന്ന് കാശ് മുടക്കിയിട്ടൊന്നല്ലല്ലോ ഇത് ചെയ്യണത്. ഒരാൾ കാശ് മുടക്കുമ്പോൾ അവർ ചിലപ്പോൾ ഇങ്ങനെ നിൽക്കും, ചിലപ്പോൾ ഇങ്ങനെ നിൽക്കും. അത് അവരുടെ ഇഷ്ടം കേട്ടോ. മര്യാദയ്ക്ക് പറഞ്ഞ ജോലി. എന്റെ സാർ ഇതിപ്പോ നമ്മളെ അടുക്കി വെച്ചിട്ട് കാര്യമില്ല. ആ ഫോട്ടോഗ്രാഫർ പ്യാരിജാതം വന്നു കഴിഞ്ഞാൽ അയാളുടെ ഐഡിയക്ക് വീണ്ടും എടുക്കാൻ പറയില്ലേ? അപ്പൊ ഒന്നിച്ചടിക്കാ പോരെ? ഫോട്ടോഗ്രാഫർ വന്നിട്ട് അയാൾ ഇഷ്ടം പോലെ ചെയ്തോട്ടെ. ഇതിപ്പോ മുതലാളിയുടെ ഉത്തരവാണ്. മുതലാളി പറഞ്ഞിട്ട് അടുക്കി വൃത്തിയാക്കി വെക്കാൻ. ആ പറയണ ജോലി അങ്ങോട്ട് ചെയ്യും. യെസ്, ഞാനത് ചെയ്യാം. ചെയ്യാ കൊടുത്തേക്കാം. ഓക്കെ. ശരി. ഇത് എന്നും അടുക്കി വെച്ചില്ലേ? അടുക്കാൻ ഞാൻ ഇങ്ങനെ പറയരുത്. ഒരു മോഡലിൽ അടുക്കാനായിട്ട് ഇത് മനോഹരമായി വെക്കണ്ടേ? ഇത് പരസ്യല്ലേ? അതെ. ഇത് ഫോട്ടോ എടുത്ത് പരസ്യം ചെയ്യുമ്പോ ആളുകൾ വായിൽ നിന്ന് വെള്ളം വരണം, അതുപോലെ ഇതിന് മണം വരണം. അച്ചാറിന്റെ വരും. രാഘവൻസ് അച്ചാറിന്റെ ബ്രാൻഡിന്റെ ലോകം മുഴുവൻ അറിയണം. അതിനാണ് പരസ്യം ചെയ്യുന്നത്. അതെ. ഇത് ഇങ്ങനെ പറയാന്ന് വെച്ചിട്ട് വല്ല കാര്യമുണ്ടാ? ഞാൻ പറഞ്ഞില്ലേ സുഗത, ആ പാരിജാതനെ ഫോട്ടോഗ്രാഫറെ വിളിച്ചേ. വിളിക്ക്. എനിക്ക് എന്തെല്ലോ പരിപാടി ഉണ്ടെന്ന്. ഇങ്ങനെ മതിയോ സാർ? അപ്പൊ കുറച്ചുകൂടി ഇത് അടുക്കി വെക്കുണ്ടാവട്ടെ. പാരിജാതൻ, ഞാൻ മന്മഥനാണ്. മറ്റേ രാഘവന്റെ അച്ചാർ കമ്പനിയില്ല മാനേജർ. മറ്റേ രാഘവന്റെ അച്ചാറാ? അതെ, രാഘവന്റെ അച്ചാർ കമ്പനി ഫോട്ടോ എടുക്കാൻ വരാമെന്ന് പറഞ്ഞിരുന്നില്ലേ? അവിടെ. അതെ. ആണോ? ശരി. ഞങ്ങൾ വെയിറ്റിംഗ് ആണ് ഇവിടെ. ഓക്കെ. അതെ മുതലാളി, അയാൾ വേറൊരു വർക്കിൽ നിൽക്കുകയാണ്. 1 മണിക്കൂർ കൂടെ കഴിയുമെന്നാണ് പറയുന്നത്. 1 മണിക്കൂർ കാത്തിക്കാൻ എനിക്കാവില്ല. വേറെ ആളെ വിളിക്ക്. വേറെ ഫോട്ടോഗ്രാഫറില്ലേ? വിളിക്ക്. വേറെ ഫോട്ടോഗ്രാഫറെ മുതലാളി, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? വേറെ ഫോട്ടോഗ്രാഫറെ വിളിക്കണോ? നീ എടുക്കോ ഫോട്ടോ? അല്ല, മുതലാളിക്ക് ഇപ്പൊ എന്താ വേണ്ടത്? നമ്മുടെ അച്ചാർ കമ്പനിയുടെ പരസ്യം ചെയ്യണം. അത് സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവണം, ലോകം മുഴുവനും അറിയണം, കച്ചവടം നടക്കണം. അത്രയല്ലേ വേണ്ടൂ. എനിക്ക് 1 നിമിഷം സമയം തരുമോ? ചെറിയൊരു കാര്യം. ഒന്നുമില്ല സുഗത, ഒരു വലിയ ബോട്ടിലെടുത്ത് മുതലാളിയുടെ കയ്യിലോട്ട് കൊടുത്തേ. അത് മുതലാളി ഒന്ന് അത് സ്റ്റൈലിലൊന്ന് ഇങ്ങോട്ട് തിരിഞ്ഞു നിന്നിട്ട് ഒന്ന് ഇങ്ങനെ പിടിച്ച്
ആ മുതലാളി ഒന്ന് അതൊന്ന് വിളിച്ച് ഒന്ന് ചിരിച്ച് നന്നായിട്ട്. മുതലാളി ഒന്ന് ചിരിച്ച്. ഹായ് ജെമിനി, ഞങ്ങളുടെ രാഘവ് മുതലാളി വെച്ച് ഈ അച്ചാർ കമ്പനിക്ക് ഉചിതമായ ഒരു പരസ്യചിത്രം ചെയ്തു തരൂ. രമണി അതാരി എങ്ങനെയുണ്ട് മുതലാളി? പുളി ചെയ്താൽ ആ. ഒരു രമണി ചെയ്തായത് നമ്മളെ വീടാടാ, നമ്മളെ വീട്. ഇത് അവളും അവനും ഒന്നും അല്ല മുതലാളി, ഇതൊരു പുതിയ ആപ്പാണ്, ജെമിനി. രമണിയാന്നല്ലേ? ജെമിനി അല്ല, ജെമിനി. ഇതൊരു പുതിയ ആപ്ലിക്കേഷനാണ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, AI ടെക്നോളജി. അതിലൂടെ നമ്മൾ എന്ത് പറഞ്ഞാലും അതുപോലെ നമുക്ക് ഇത് ചെയ്തു തരും. ഓ ഭയങ്കര പരിപാടിയാ. അങ്ങനെ നല്ല സംഭവം ആണല്ലേ? ഇനിയിപ്പോ AI കാലമാണ്. ഇത് ചുരുക്കി പറയാം, നമ്മൾ ഈ ഭൂതമില്ലേ, നമ്മളെ കുപ്പിന്ന് കിടന്ന പോകും, നമ്മൾ തുറന്നു വിട്ട് കഴിഞ്ഞാൽ ഇനിയിപ്പോ നമ്മൾ പറയണ എല്ലാം അനുസരിക്കും. ഇനിയിപ്പോ ക്യാമറമാൻ വരണ്ടല്ല? വരണ്ട വരണ്ട വേണ്ട. എന്തിന്? ഇതുണ്ടല്ലോ, എന്താണ് എന്തിന്റെ പേര്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ജെമിനി. ജമനി. അല്ലത് ഇത് മതി, ഇത് മതി. ഓക്കെ, ഇനി ഫോട്ടോഗ്രാഫർ വേണ്ട ഒന്ന് പറയാം. എന്തായാലും ഗംഭീരായി. മന്മത, സുഗത, നിങ്ങൾ രണ്ടാളും എന്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കണം അവസാനം വരെ. എന്നാൽ നമുക്ക് ലോകം മുഴുവൻ ഇത് എത്തിക്കാം. എന്നാ ഞാൻ വരട്ടെ, ഞാൻ റെഡിയാക്കോ. സാറേ നിങ്ങളുടെ ബുദ്ധിയാ വരുന്നുണ്ട്. ഇത് വെച്ചിട്ട് ഞാൻ ഒന്ന് ചോദിക്കും. ശമ്പളം കൂട്ടിച്ചോ. ഇതെടുത്തിട്ട് ഞാൻ അങ്ങോട്ട് പറ്റിയില്ലാക്കട്ടെ. എല്ലാം അടുക്കി വൃത്തിയായിട്ട് ആ ഓർഡർ ഇപ്പൊ എടുത്ത ഓർഡർ കൃത്യമായിട്ട് എത്തിക്കും.